അടിപിടി കേസ് ഒത്തുതീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട സിഐയുടെ നിർദ്ദേശപ്രകാരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ പൊതുപ്രവർത്തകയെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അസഭ്യം പറഞ്ഞതായി പരാതി. കേരള വനിതാ കോൺഗ്രസ് എം തിരുവല്ല നിയോജക മണ്ഡലം പ്രസിഡന്റായ സൂസമ്മ ബേബിയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോഴാണ് തനിക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത് എന്നുള്ളതാണ് സൂസമ്മ പറയുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്കടക്കം പരാതി നൽകിക്കഴിഞ്ഞു. ഈ പരാതിക്കാരി തന്നെ നിലവിൽ നമുക്കൊപ്പം ചേരുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? ഞങ്ങളുടെ പ്രദേശത്ത് തന്നെയുള്ള 2 പേര് തമ്മിലാണ് അടിപിടി കേസ് ഉണ്ടായത്. അതിൽ ഒരാൾ ലജു എന്നാണ് പേര്, ഒരാളുടെ പേര് ബിബിൻ എന്നാണ്. ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടായി. 2 പേർക്കും നെറ്റിക്കും മുറിവുണ്ട്. അപ്പം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒലിവർ എന്ന് പറഞ്ഞ പോലീസ് ഇവരുടെ വീട്ടിൽ ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തപ്പം ലജുവിൻ്റെ ഭാര്യ മഞ്ജു ആണ് എന്നെ കാണാൻ ഇവിടെ വരുന്നത്. വന്ന് എന്നോട് കാര്യങ്ങൾ പറഞ്ഞ് പോലീസുകാരൻ്റെ നമ്പർ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചപ്പം ഒലിവർ എന്നോട് പറഞ്ഞത് ബിബിൻ 5000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു പൈസ പോലും കൊടുക്കാമല്ല, കാരണം 2 പേരുടെയും തല പൊട്ടിയിട്ടുണ്ട്, 2 പേരും മെഡിക്കൽ കോളേജിൽ പോയാണ് സ്റ്റിച്ചിട്ടതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സിയെ വിളിച്ച് സംസാരിച്ചു. സിയെ പറഞ്ഞു ശനിയാഴ്ച കൊണ്ടുവന്നാൽ മതി, 2 ദിവസം ഞാനില്ല അവിടെ, ശനിയാഴ്ച വരാൻ പറഞ്ഞു. ശനിയാഴ്ച ഞാൻ ഇവരെയും കൊണ്ട് ചെന്നപ്പം ബിബിൻ വന്നില്ല. ഞങ്ങൾ 1 മണി വരെ അവിടെ ഇരുന്നു. ബിബിൻ വരാഞ്ഞ് ബിബിനെ വിളിച്ചപ്പം ഈ അടിയുണ്ടായ ഒരാൾ ബിബിൻ വരാതെ കേസ് തീർക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ കക്ഷിയും കൊണ്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പം ഞായറാഴ്ച 10 മണിക്ക് വരാൻ പറഞ്ഞു. ഞായറാഴ്ച 10 മണിയായപ്പം ഞങ്ങൾ ലജുവിൻ്റെ ഭാര്യ മോനെ അങ്ങനെ അവരെയും കൊണ്ട് അവിടെ ചെന്നപ്പോൾ സിയെ ഇല്ല. അവിടെ ഒരു പോലീസുകാരനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് ഞങ്ങൾ ഒരു 12:30 വരെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഒലിവർ 2-3 പോലീസുകാരും കൂടെ അവിടെ കയറി വന്നു. ഒലിവർ എന്ന് പറഞ്ഞ അവിടുത്തെ CPO ആണ്. ഞാൻ കൊണ്ടുവന്ന കക്ഷിയോട് ചോദിച്ചു നീ എന്നോടാ കൊച്ചാപ്പി എന്ന് ചോദിച്ചു. കൊച്ചാപ്പി എന്നാണ് അവനെ എല്ലാവരും വിളിക്കുന്നത്. അതേന്ന് പറഞ്ഞു. നീ എന്തിനാ ഇവനെ അടിച്ചെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ മോനെ ഉപദ്രവിച്ചപ്പം ഞാൻ സാറേ നോക്കി നിൽക്കുമോ, അവനെ അടിക്കുന്നതുകൊണ്ടാണ് ഞാൻ അവനെ അടിച്ചത് എന്ന് പറഞ്ഞപ്പോൾ നീ ഇനി അടിക്കുമോ എന്ന് ചോദിച്ചിട്ട് പുള്ളി അരേന്ന് ബെൽറ്റ് ഊരിയെടുത്ത് ഇടിക്കാനായിട്ട് ഇങ്ങനെ ഓങ്ങി വന്നു. അപ്പം ഞാൻ കൈ അങ്ങ് തടഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ CA ആയിട്ട് സംസാരിച്ചിട്ടാണ് കൊണ്ടുവന്നത്, എൻ്റെ മുന്നിൽ വെച്ച് അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞത് CA തന്നെയല്ല ഇവിടെ കേസ് തീർക്കുന്നത്, വേറെ ആണുങ്ങളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു. എന്നിട്ട് ഈ ലജുവിനെ കുത്തിപ്പിടിച്ച് വേറൊരു പോലീസുകാരനിലോട്ട് അങ്ങ് തള്ളിക്കൊടുത്തു. ഇവനെ കൊണ്ട് അവിടെ കൊണ്ട് ഇരുത്താൻ പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ CA വിളിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ സാറിനോട് സംസാരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്, ഞാൻ കൊണ്ടുവന്ന കക്ഷിയെ എൻ്റെ മുന്നിലിട്ട് അടിക്കാൻ പാടില്ല, അതെനിക്ക് ഇതുവരെ ഉണ്ടാകാത്തൊരു സംഭവമാണ്, അടിക്കരുതെന്ന് പറഞ്ഞു. ഉടനെ ഇയാൾ വളരെ മോശമായിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ഒരു ഉദ്യോഗസ്ഥാനത്തുള്ള ആളാണ്, ഞാൻ നിയോജകമണ്ഡലം പ്രസിഡൻ്റാണ്, ആ ഒരു മാന്യതയൊന്നും പരിഗണനയൊന്നും എനിക്ക് വേണ്ട, പക്ഷേ ഒരു സ്ത്രീ എന്ന പരിഗണന എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞു. അന്നേരമാണ് അദ്ദേഹം ഞാൻ പ്രസിഡൻ്റാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് നീ ഏത് പ്രസിഡൻ്റാണേലും എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു എടി ബോഡിയെന്ന് ഭാര്യയെ വിളിക്കണം അല്ലെ അമ്മയെ വിളിക്കണം, എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ ഒത്തിരി മോശമായിട്ടൊക്കെ എന്നോട് സംസാരിച്ചു. ഈ ഒലിവർ എന്ന് പറഞ്ഞ പോലീസുകാരനാണ് എന്നോട് മോശമായിട്ട് സംസാരിച്ചത്. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഞായറാഴ്ചയില്ലേ അവിടെ കേസ് തീർക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നവരുണ്ട്. DYFIയുടെ പിള്ളേർ അവിടെ ഉണ്ട്, CPMൻ്റെ ആൾക്കാരുണ്ട്. പിന്നെ അവിടെ ഒരു തൂങ്ങിമരണമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ആ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴാണ് എന്നോട് ഇങ്ങനെ സംസാരിച്ചത്. അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയത്. വളരെ മോശമായിട്ട് അത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. അതുപോലെ തന്നെ ഞാൻ അന്നേരം തന്നെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റിനെ വിളിച്ചു. അന്നേരം സാർ എന്നോട് പറഞ്ഞു ഇത് എത്രയും പെട്ടെന്ന് DYSPക്ക് കൊണ്ട് പരാതി കൊടുക്കണം, പാർട്ടി ഇടപെട്ടോളാം. DSPക്ക് കൊടുത്തു, പോലീസ് മേധാവിക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് രാത്രിയിൽ അവിടുത്തെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണ് SI ആണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. എങ്ങനെയും തീർക്കണം, ഞാൻ ഒലിവറിനെ ഇവിടെ കൊണ്ടുവന്ന് ക്ഷമ പറയാം എന്ന് പറഞ്ഞു. അത് സമ്മതിക്കത്തില്ല, നടക്കത്തില്ലെന്ന് പറഞ്ഞു. കേസിൻ്റെ വഴിക്ക് തന്നെ പൊക്കോട്ടെ. ഇപ്പം വനിതാ കമ്മീഷൻ എന്നെ വിളിച്ചിരിക്കുക. നാളെ വനിതാ കമ്മീഷൻ്റെ ഒരു സിറ്റിംഗ് അവിടെ നടക്കുന്നുണ്ട്, അവിടെയും ചെല്ലണം, പരാതി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുക. ഈ ഒലിവർ എന്ന പോലീസുകാരൻ എൻ്റെ മോനാകാനുള്ള പ്രായമേ ഉള്ളൂ. ഏകദേശം എൻ്റെ മോന് 36 വയസ്സുണ്ട്. അപ്പം അത്രയൊക്കെ പ്രായമേ ഉള്ളൂ. അപ്പം ആ ഒരു പരിഗണന എനിക്ക് തരാതാണ് എന്നോട് ഈ രീതിയിലൊക്കെ സംസാരിച്ചത് അദ്ദേഹം. താങ്കളുടെ പ്രായത്തെ പോലും മാനിച്ചില്ല എന്നുള്ളതാണ് പരാതി. അതെ, പൊതുജനങ്ങളോട് മാന്യമായിട്ട് ഇടപെടണമെന്ന് DGPയുടെ സർക്കുലർ നിലനിൽക്കെ ആണ് വളരെ മോശമായിട്ട്. അത് നിയമങ്ങളൊക്കെ അവിടെ നിൽക്കും, പക്ഷെ നമ്മൾ സ്റ്റേഷനിലൊക്കെ കയറി ചെല്ലുമ്പോൾ ആ ഒരു പരിഗണന ഒരിക്കലും നമുക്ക് തരാറില്ല. അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരണം. അതുകൊണ്ടാണ് ഞാൻ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് തന്നെ പോകുന്നത്. എന്നെപ്പോലെ ഒരു സ്ത്രീകളും അപമാനിക്കപ്പെടാൻ പാടില്ല. കേരള വനിതാ കോൺഗ്രസ് എമ്മിൻ്റെ തിരുവല്ല നിയോജക മണ്ഡലം പ്രസിഡന്റാണ് സൂസമ്മ ബേബി. കഴിഞ്ഞ ദിവസം ഒരു അടിപിടി കേസ് ഒത്തുതീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട CIയുടെ നിർദ്ദേശപ്രകാരമാണ് കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. അവിടെ എത്തിയ സമയത്ത് ഒലിവർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നോട് മോശമായി പെരുമാറിയെന്നും
അസഭ്യം പറഞ്ഞു എന്നുള്ളതുമാണ് സൂസമ്മയുടെ പരാതി. ഈ വിഷയത്തിൽ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. തുടർ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. തിരുവല്ലയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി.